എജ്യൂകേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിക്കുന്ന നദി. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി മീനച്ചിലാർ. മീനച്ചിലാറാണ് ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിക്കുന്ന നദി. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിലെ പ്രധാന പശ്ചാത്തലം മീനച്ചിലാറിന്റെ തീരത്തുള്ള ഐമനം എന്ന ഗ്രാമമാണ്. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ ഫാത്തോമീറ്റർ. ഫാത്തോമീറ്റർ ആണ് സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന യൂണിറ്റാണ് ഫാത്തം. ഒരു ഫാത്തം എന്നത് 6 അടിക്ക് തുല്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റെയിൽവേ റൂട്ട് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റെയിൽവേ റൂട്ട് ഏതാണ്? ഓപ്ഷൻ സി എറണാകുളം ഷൊർണൂർ. എറണാകുളം ടു ഷൊർണൂർ റെയിൽവേ റൂട്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റെയിൽവേ റൂട്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ അനുവാദം നൽകുന്ന ആർട്ടിക്കിൾ. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ അനുവാദം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ആണ് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ അനുവാദം നൽകുന്ന ആർട്ടിക്കിൾ. BR അംബേദ്കർ ഈ ആർട്ടിക്കിളിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നും ഉൾക്കൊണ്ടതാണ്? ഇന്ത്യൻ ഭരണഘടന കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നും ഉൾക്കൊണ്ടതാണ്? ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഇന്ത്യൻ ഭരണഘടന കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നും ഉൾക്കൊണ്ടതാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലാണ് കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത്. നിലവിൽ ഇതിൽ 52 വിഷയങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം. ലോകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ സമുദ്രവും ആർട്ടിക് സമുദ്രം തന്നെയാണ്. ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ശുശ്രുതൻ. ശുശ്രുതനാണ് ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്ന് അറിയപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. 1948 ഏപ്രിൽ 7-നാണ് WHO സ്ഥാപിതമായത്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി അത് തന്നെ ആചരിക്കുന്നു. കേരളത്തിലാദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കേരളത്തിലാദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഓപ്ഷൻ എ കടലുണ്ടി വള്ളിക്കുന്ന്. കേരളത്തിലാദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇൻസുലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇൻസുലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി ഫ്രെഡറിക് ബാൻഡിങ്. ഫ്രെഡറിക് ബാൻഡിങ് ആണ് 1921 ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ഇൻസുലിൻ കണ്ടെത്തിയതിന് 1923 ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. അതിഥി പോർട്ടൽ കേരള സർക്കാർ ആരംഭിച്ചത് എന്തിനു വേണ്ടിയാണ്? അതിഥി എന്ന പോർട്ടൽ കേരള സർക്കാർ ആരംഭിച്ചത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ സി അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ. അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അതിഥി എന്ന പോർട്ടൽ കേരള സർക്കാർ ആരംഭിച്ചത്. അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് കേരള തൊഴിൽ വകുപ്പ് ഇത് ആവിഷ്കരിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻ സി ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. ഹൈദരാബാദിലെ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് 1982
വിറ്റാമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രശ്നം ഏത്? വിറ്റാമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രശ്നം ഏതാണ്? രക്തം കട്ടപിടിക്കാതിരിക്കുക. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് വിറ്റാമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രശ്നം. വൈറ്റ് റെവല്യൂഷൻ, ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് വൈറ്റ് റെവല്യൂഷൻ, ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 26 ഇന്ത്യയിൽ ദേശീയ പാൽ ദിനമായി, മിൽക്ക് ഡേ ആയി, നാഷണൽ മിൽക്ക് ഡേ ആയി ആചരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി, തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതവും ഇതുതന്നെയാണ്. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. 1978 ഈ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് ആർട്ടിക്കിൾ 300A പ്രകാരം നിയമപരമായ അവകാശമാക്കി മാറ്റി. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ഡി, വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് ആണ് 1829 സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? ഓപ്ഷൻ ഡി, സ്റ്റെപ്പിഡിയസ്. സ്റ്റെപ്പിഡിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പിസുമായി ബന്ധപ്പെട്ട പേശിയാണിത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി, 359. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20-ഉം 21-ഉം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ഡി, ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് 1853 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ. ഇന്ത്യയിൽ ആദ്യത്തെ തീവണ്ടി സർവീസ് 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെ ആയിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി, ഗവർണർ. ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഓപ്ഷൻ സി, ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് ഡാം, ഒഡീഷയിലെ ഹിരാക്കുഡ് ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം. ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, ഡഫറിൻ പ്രഭു. ഡഫറിൻ പ്രഭു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട സമയത്ത് വൈസ്രോയി ഇദ്ദേഹം ആയിരുന്നു. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം ഏതാണ്? ഓപ്ഷൻ ബി, അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം. 1697 നടന്ന ഈ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമായി കരുതപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി
ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരായിരുന്നു? ഓപ്ഷൻ സി കോപ്പർനിക്കസ്. നിക്കോളാസ് കോപ്പർനിക്കസ് ആയിരുന്നു സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി കണ്ടെത്തിയത്. ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണെന്ന ഭൗമ കേന്ദ്ര സിദ്ധാന്തത്തെ തിരുത്തി അദ്ദേഹം സൗരകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചു. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ ഡി ചൂലന്നൂർ. പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം. ഒരു ബാരൽ പെട്രോളിയം എന്നാൽ ഏകദേശം എത്ര ലിറ്ററാണ്? ഒരു ബാരൽ പെട്രോളിയം എന്നാൽ ഏകദേശം എത്ര ലിറ്ററാണ്? ഓപ്ഷൻ ബി 159 ലിറ്റർ. ഒരു ബാരൽ പെട്രോളിയം എന്നാൽ ഏകദേശം 159 ലിറ്ററാണ്. ക്രൂഡ് ഓയിലിൻ്റെ അളവ് അന്താരാഷ്ട്ര തലത്തിൽ രേഖപ്പെടുത്തുന്നത് ബാരലിൽ ആണ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ സി വാരൻ ഹേസ്റ്റിംഗ്സ്. വാരൻ ഹേസ്റ്റിംഗ്സ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ സിവിൽ സർവീസ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിൽ സിവിൽ സർവീസ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ബി കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭു ആയിരുന്നു ഇന്ത്യയിൽ സിവിൽ സർവീസസ് ആരംഭിച്ച ഗവർണർ ജനറൽ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ് എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഓപ്പൺ പ്രിസൺ എവിടെയാണ്? ഓപ്ഷൻ ഡി നെട്ടുകാൽ തേരി. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. 1962 ഈ തുറന്ന ജയിൽ സ്ഥാപിതമായത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? ഓപ്ഷൻ സി നാഡീകോശം. നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെ നിർമ്മിച്ച ആദ്യത്തെ ചിത്രം ഏതാണ്? ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെ നിർമ്മിച്ച ആദ്യത്തെ ചിത്രം? ഓപ്ഷൻ എ രാജാ ഹരിശ്ചന്ദ്ര. 1913 പുറത്തിറങ്ങിയ രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെ നിർമ്മിച്ച ആദ്യത്തെ ചിത്രം. ഇതൊരു നിശബ്ദ ചിത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ആരാണ്? ഓപ്ഷൻ എ ബി എൻ റാവു. ബി എൻ റാവു ആയിരുന്നു ഏറ്റവും കൂടുതൽ കാലം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആയിരുന്നത്. ബാസ്ക്കറ്റ് ഓഫ് എഗ്സ് എന്നറിയപ്പെടുന്ന ടോപ്പോഗ്രഫി ഏതാണ്? ബാസ്ക്കറ്റ് ഓഫ് എഗ്സ് എന്നറിയപ്പെടുന്ന ടോപ്പോഗ്രഫി ഏതാണ്? ഓപ്ഷൻ ഡി ഡ്രംലിനുകൾ. ഡ്രംലിനുകളാണ് ബാസ്ക്കറ്റ് ഓഫ് എഗ്സ് എന്നറിയപ്പെടുന്ന ടോപ്പോഗ്രഫി. മഞ്ഞുമലകളുടെ പ്രവർത്തന ഫലമായാണ് ഡ്രംലിനുകൾ രൂപപ്പെടുന്നത്. കേരളത്തിലാദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല ഏതാണ്? കേരളത്തിലാദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല? ഓപ്ഷൻ സി തൃശൂർ. തൃശൂർ ജില്ലയാണ് കേരളത്തിലാദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല. കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2023 മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ഡി അറബി. മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയിൽ നിന്നുമാണ് എഴുതിയിരിക്കുന്നത്. മൗസിം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. സൂര്യൻ്റെ ഉപരിതല താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സൂര്യൻ്റെ ഉപരിതല താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ഡി പൈറോമീറ്റർ. പൈറോമീറ്ററാണ് സൂര്യൻ്റെ ഉപരിതല താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്നും 62 ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്നും 62 ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി
15-ാം ഭേദഗതി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്നും 62-ലേക്ക് ഉയർത്തിയത് 15-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1963-ലാണ് ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി, ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഇദ്ദേഹം പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി കൂടിയാണ്. പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും കൂട്ടിമുട്ടുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും കൂട്ടിമുട്ടുന്ന മലനിര ഏതാണ്? നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും കൂട്ടിമുട്ടുന്ന മലനിര. നീലഗിരിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ദൊഡ്ഡബെട്ട ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഏക വനിത ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഏക വനിത ആരായിരുന്നു? ഓപ്ഷൻ ഡി, ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ആയിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഏക വനിത. ഭരണഘടനയുടെ 350A ആർട്ടിക്കിൾ പ്രകാരം ഏത് ഘട്ടത്തിലാണ് മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം നൽകേണ്ടത്? ഭരണഘടനയുടെ 350A ആർട്ടിക്കിൾ പ്രകാരം ഏത് ഘട്ടത്തിലാണ് മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം നൽകേണ്ടത്? ഓപ്ഷൻ ഡി, പ്രൈമറി ഘട്ടത്തിൽ. ഭരണഘടനയുടെ 350A ആർട്ടിക്കിൾ പ്രകാരം പ്രൈമറി ഘട്ടത്തിലാണ് മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം നൽകേണ്ടത്. ലോക്സഭയിലെ അംഗബലം 525-ൽ നിന്നും 545-ആയി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ലോക്സഭയിലെ അംഗബലം 525-ൽ നിന്നും 545-ആയി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ, 31-ാം ഭേദഗതി. 1973-ലെ 31-ാം ഭേദഗതിയാണ് ലോക്സഭയിലെ അംഗബലം 525-ൽ നിന്നും 545-ആയി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി. ഭാരതീയ ന്യായ സംഹിത BNS അനുസരിച്ച് കൊലപാതകം നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കൊലപാതകം നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 101. ഓപ്ഷൻ ഡി, സെക്ഷൻ 101 ആണ് ഭാരതീയ ന്യായ സംഹിത BNS അനുസരിച്ച് കൊലപാതകം നിർവചിക്കുന്ന വകുപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി, 3 ഗോർജസ് ഡാം. ചൈനയിലെ 3 ഗോർജസ് ഡാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ചൈനയിലെ യാങ്സി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ഓപ്ഷൻ ബി, ബ്രഹ്മസമാജം. ബ്രഹ്മസമാജമാണ് ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം. 1828-ൽ രാജാറാം മോഹൻ റോയിയാണ് ഇത് സ്ഥാപിച്ചത്. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ഓപ്ഷൻ ഡി, ലഡാക്ക്. സിയാച്ചിൻ ഹിമാനി നിലവിൽ സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലാണ്. സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായി അറിയപ്പെടുന്നു. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഓപ്ഷൻ സി, വാസ്കോഡഗാമ. വാസ്കോഡഗാമയാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. 1498 മെയ് 20-ന് കോഴിക്കോട്ടെ കാപ്പാട് തീരത്താണ് ഇദ്ദേഹം കപ്പലിറങ്ങിയത്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, നീണ്ടകര. നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നീണ്ടകര കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.